ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. നമ്മൾ ഇന്നൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി നമ്മളിപ്പോൾ ഒരു കുക്കറിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 5 ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പായസത്തിലേക്ക് കറക്റ്റ് മധുരമാണ്. 3 വിസിലിന് ശേഷം നമ്മൾ ഗോതമ്പ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വേവിൽ തന്നെ എടുക്കണം കേട്ടോ. നമ്മളെ ശർക്കരയും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല, നേരെ പായസം ഉണ്ടാക്കാം. ഇതിനായി നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ്. വലിയ തേങ്ങ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. 2ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ശർക്കര ഉരുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. അരിച്ച് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പെടാനുള്ള ചാൻസ് ഉണ്ട്. ശർക്കരയൊക്കെ ഒന്ന് മിക്സായ ശേഷം നമ്മൾ മാറ്റി വെച്ച 1ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ പണി ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. നന്നായി തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ് നമ്മൾ പായസത്തിൻ്റെ പണി. ഇനി നേരെ ഇതൊന്ന് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നല്ലൊരു നേരവും കാലവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് വിളമ്പി കഴിക്കുക തന്നെ. ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.